പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. മിനു പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്ര മേനോനും എതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ജാഫർ ഇടുക്കിക്കെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ്. ഞാനോ? നീയും കൊടുക്കും. അപ്പൊ ബാലചന്ദ്ര മേനോൻ ഈ കഥയിൽ ഏത് സ്വഭാവമുള്ളയാളാണ്? ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പക്ഷെ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ. എന്നാ പിന്നെ ഞാനങ്ങട് വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. പ്രാവശ്യം രാത്രിക്ക് വിളിച്ചുകൊണ്ട് 1 മണിയായി കാണും. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. അപ്പൊ 1 മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയല്ലോ അവിടെ ചെന്നുട്ടോ. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ? 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ആണല്ലോ, ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. ഭാര്യയുമായി അത്ര സുഖത്തിലാണെങ്കിൽ എന്നെ വിളിച്ചു വരുത്തിയ എന്തിനാ? അത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളുമായി ചെയ്യാൻ പറ്റാത്ത പല നമ്പറുകളും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ കാണുന്ന 2-3 പേര് അവിടെ ഇരിപ്പുണ്ട്. യു കാൻ സിറ്റ് ആൻഡ് വാച്ച്. അവിടെ ഇരിക്കും, വാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാൻ അപ്പോ അതും കണ്ടു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഓടിപ്പോയി. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്ത് കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. അപ്പൊ അത് രണ്ടാമത്തെ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എന്റെ അതേ പ്രായം തന്നെയുള്ള ഒരു നടി. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു, പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കൊന്ന് കാണണം. അപ്പൊ സത്യമായി ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വ്യവസ്ഥനായി. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. വയസ്സായി വരികയല്ലേ, കുറച്ച് കൊയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട്. എന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്തുവാക്കി, എന്റെ മേത്തുവാക്കി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.